പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. എറണാകുളത്ത് കോതമംഗലത്ത് കാട്ടാന കിണറ്റിൽ വീണു എന്നൊരു വാർത്തയാണ്. പുലർച്ചെ 2 മണിയോടെയാണ് ആന കിണറ്റിൽ വീണത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കാട്ടാനയെ രക്ഷിക്കാൻ ശ്രമം തുടരുന്നു. കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. ഈ ആന നാട്ടിലെ ഏറ്റവും പ്രശ്നക്കാരനായുള്ള ഒരു ആനയാണ്. എന്നെ തന്നെ ഈ ആന ഓടിച്ച് ഞാനൊരു 2 മാസത്തോളം ബെഡ് റെസ്റ്റ് ആയിട്ടുള്ള ഒരു ആനയാണ്. നമുക്ക് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആന ഇപ്പൊ വന്നേക്കുന്നത് ഏകദേശം 3 കിലോമീറ്ററോളം വനത്തിൽ നിന്ന് വിട്ടിട്ടാണ് ഈ ആന ഇപ്പൊ ഈ കിണറ്റിൽ വന്ന് ചാടിയേക്കുന്നത്. ഇത്രയും പ്രശ്നക്കാരനാണ് ആന. കാരണം ബൈക്കിന്റെ പുറകെ ഓടിയെത്തുന്നു, ആൾക്കാരെ ആക്രമിക്കുന്നു. അങ്ങനെ ഒരു 3-4 ആക്രമണം ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നക്കാരനായ ആനനെ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ നാട്ടിൽ നിന്ന് തന്നെ ഒഴിവാക്കണം. മയക്കുവെടിച്ച് കൊണ്ടുപോകണം. ഇപ്പൊ ഇവിടുന്ന് കയറ്റിവിടാനുള്ള നടപടിയാണ് ഒരു ഫോറസ്റ്റുകാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടുന്ന് കയറ്റിവിട്ടാൽ തന്നെ ഏകദേശം 3 കിലോമീറ്റർ ജനവാസ മേഖലയിലൂടെ പോയാൽ മാത്രമേ ആനയ്ക്ക് വനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ആ പോകുന്ന വഴിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് മയക്കുവെടി വെച്ച് തന്നെ ഈ ആനനെ ഇവിടുന്ന് മാറ്റണം എന്നുള്ളതാണ് ഞങ്ങൾ ജനങ്ങളുടെ മെയിനായിട്ടുള്ള ഒരു ആവശ്യം. ഓക്കെ, റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. റോഷിപാൽ, എപ്പോഴായിരുന്നു സംഭവം? ആന ഇപ്പോൾ കിണറ്റിൽ തന്നെയാണോ? രക്ഷിച്ചെടുത്തോ? എന്താണ് അവസ്ഥ? ആനയെ മയക്കുവെടി വെക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിനുള്ള സാധ്യതയുണ്ടോ? അരുൺകുമാർ, പുലർച്ചെ 2:30യോടെയാണ് കോതമംഗലം കൊട്ടപ്പടിയിൽ സ്വകാര്യ വീട്ടിലെ കിണറ്റിൽ കാട്ടാന വീണത്. കാട്ടാനയെ രക്ഷിക്കാനുള്ള ശ്രമം വനവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരടക്കം എത്തി ശ്രമിക്കുന്നുണ്ട്. നേരെ കാട്ടാനയെ കിണറ്റിൽ നിന്ന് കയറ്റി കാട്ടിലേക്ക് വിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ. പക്ഷേ നാട്ടുകാർ കടുത്ത എതിർപ്പ് ഉയർത്തുന്നുണ്ട്. കാരണം ഈ ആന പരിസര പ്രദേശങ്ങളിലൊക്കെ സ്ഥിരം ശല്യക്കാരനാണ്. കൃഷിയിടങ്ങളിലടക്കം കൃഷിയെ അടക്കം നശിപ്പിക്കുന്ന ആനയാണ്. അതുകൊണ്ട് തന്നെ മയക്കുവെടി വെച്ച് ആനയെ പിടികൂടി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകണം എന്ന ആവശ്യമാണ് ഇപ്പോൾ പ്രദേശവാസികൾ ഉയർത്തുന്നത്. ഏതായാലും നിലവിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പം പോലീസും സ്ഥലത്തുണ്ട്. കൂടുതൽ നാട്ടുകാരും പരിസരത്തേക്ക് വരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഈ ആനയെ അവിടെ നിന്നും കാട്ടിലേക്ക് കയറ്റി വിടുമ്പോൾ ആ പരിസരത്ത് കൃഷിയിടങ്ങളുണ്ട്. അവിടെയൊക്കെ കൃഷി നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നടക്കം നാട്ടുകാർ പരാതിപ്പെടുന്നുണ്ട്.